ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കല്ലിൽ ടെമ്പിളാണ്. അപ്പോൾ കല്ലിൽ ഗുഹാക്ഷേത്രം എവിടെയാണെന്ന് വെച്ചാൽ പെരുമ്പാവൂരിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിൽ പോകാനായിട്ട്. ഓക്കെ, ഒരുപാട് നാളായിട്ട് വിചാരിച്ചൊരു കാര്യമാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൽ പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമില്ല, ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലമാണ്. ഇവിടെ നിന്നിട്ട് ഒരു വർഷമായി. എപ്പോഴും ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു ബോർഡ് കാണും, അതായത് 4.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കല്ലിൽ ടെമ്പിളിലോട്ട് പോകാനായിട്ടെന്നുള്ളത്. അങ്ങനെ കല്ലിൽ ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഞാൻ ഇരിക്കുന്ന റൂമിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട്. പക്ഷെ ഇത്രയും നാളായിട്ട് ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു. കാരണം ഇത് പോകാമെന്ന് വിചാരിക്കും, പക്ഷേ ഇന്നാണ് പോകാൻ പറ്റിയത്. ഓക്കെ, പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന മുമ്പേ തന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അതായത് 5000 വർഷം പഴക്കമുള്ളൊരു ഗുഹാക്ഷേത്രമാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. അതുപോലെ തന്നെ ഒരു കാലത്ത് ഇത് വന്നിട്ട് ജൈന ക്ഷേത്രമായിരുന്നു എന്നും, പിന്നെ ഒരു വലിയ പാറ, അത് നിലത്തിൽ തൊടാതെ രീതിയിൽ ഒരു പാറയുണ്ട് എന്നുള്ളതും. കാര്യം ആ പാറയുടെ അടിയിലാണ് ഈ ഗുഹാക്ഷേത്രമുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതമായിരുന്നു അവിടെ പോയി കാണുന്ന സമയത്ത്. പിന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ 5000 വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് വരാൻ പറ്റി എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട് വന്നിട്ട് കൊല്ലമാണ്. അപ്പം ഞാൻ കോതമംഗലത്ത് വന്നിട്ട് ഒരു വർഷമായി. ഇവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ഒരു ബോർഡ് കാണും, അതായത് കല്ലിൽ ടെമ്പിൾ ഈ ഒരു ഭാഗത്തേക്കാണ് എന്നുള്ളത്. ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയത്. പിന്നെ ഈ ഒരു ക്ഷേത്രം പ്രത്യേകത വെച്ചാൽ 28 ഏക്കർ കാടിന് നടുവിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 100-120 പടി കയറി വേണം ക്ഷേത്രത്തിലെത്താനായിട്ട്. ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ, നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലം, കാമായിട്ടുള്ള സ്ഥലമാണ്. മുമ്പ് നമ്മൾ ഇരിങ്ങോൽക്കാവിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ, അതായത് 50-55 ഏക്കർ കാടിന് നടുവിലാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അതായത് നല്ലൊരു കാമായിട്ടുള്ള സ്ഥലം, ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ആ ഒരു ഫീല് വേറെ തന്നെയാണ്. ഇപ്പം നമ്മളിവിടെ എന്ന് വെച്ചാൽ ജോലിയും കാര്യങ്ങളൊക്കെ, ആ ഒരു പ്രശ്നവും കാര്യങ്ങളുള്ള സമയത്ത് ഇവിടെ കയറിയപ്പോൾ ഒരുപാട് റിലാക്സ് ആയിരുന്നു. നമ്മൾ രാവിലെയാണ് പോയത്. നല്ലൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷം. പിന്നെ എനിക്ക് മെയിനായിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പാറ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അതായത് വലിയൊരു പാറ വന്നിട്ട് നിലത്തിൽ തൊടാത്തുള്ള രീതിയിൽ. പിന്നെ ഇവിടെ വന്നിട്ട് 2 വഴിപാടുകളാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് വന്നിട്ട് പെണ്ണുങ്ങൾക്ക് മുടി വളരാനായിട്ടുള്ളൊരു വഴിപാട്. രണ്ടാമത്തെ വെച്ചാൽ വീട് പണി പെട്ടെന്ന് നടക്കാനായിട്ട്, അതായത് ഇവിടെ വന്നിട്ട് കല്ലും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു സ്ഥലം വന്നൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. അതായത് ഇപ്പോൾ എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 10 മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ എറണാകുളം എന്നടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു വൺ ഓഫ് ദ പ്ലേസ് ആണ് ഈ പറയുന്ന കല്ലിൽ കേട്ടും. അല്ലെങ്കിൽ ടോപ്പ് 10 ടെമ്പിൾസ് എന്ന് അടിച്ചാലും ഈ പറയുന്ന കല്ലിൽ ടെമ്പിൾ അതിലൊരെണ്ണമാണ്. പിന്നെ കേരളത്തിൽ തന്നെ ഒരു 5000 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിലും ഒരു ഒരു വൺ ഓഫ് ദ ടെമ്പിളാണ് ഈ പറഞ്ഞ കല്ലിൽ കേവ് ടെമ്പിൾ. ഓക്കെ, നമ്മളിപ്പോൾ ഈ കാണുന്ന പടികളാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്, അതായത് ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട്. പിന്നെ പുറയിലാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കാണാനായിട്ട് ആഗ്രഹിച്ച പാറയുള്ളത്. അതായത് വലിയൊരു പാറ നിലത്തിൽ തൊടാത്തുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ആ ഗുഹാക്ഷേത്രമുള്ളത്.
ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ കല്ലിൽ ടെമ്പിളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.